ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ ഫ്രഷ് വീക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. അപ്പം ഇന്ന് ഞാൻ ഒരു സ്ഥലം വരെ പോവാണ്. പ്ലീസ് എക്സ്ക്യൂസ്. ഇത് നിത്യാട്ടോ, എൻ്റെ റൂംമേറ്റ് ആണ്. അപ്പം ഞാൻ ഒട്ടും സ്കിന്നിന് ശ്രദ്ധിക്കാത്ത ഒരാളാണ്, പക്ഷെ ഇവള് ഭയങ്കരമായിട്ട് സ്കിന്നിന് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇവള് കുറെ പ്രൊഡക്ട്സ് വാങ്ങി. എവിടുന്നായിരുന്നു? അപ്പൊ ഇവള് പഠിക്കുന്നത് എന്തായാലും പറയാം, ലിവാട്ടിൽ എന്താ പഠിക്കുന്നത്? അപ്പം അറിയാലോ, ഇതിനെ കുറിച്ച് നല്ല ധാരണയുള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഇവളെനിക്ക് പറഞ്ഞൊന്ന് ഇന്ന സ്ഥലത്ത് പോയാൽ നല്ല പ്രൊഡക്റ്റ് കിട്ടും, ചെറിയൊരു ഓഫർ പ്രൈസിനൊക്കെ നല്ല ക്വാണ്ടിറ്റി ഞാൻ കണ്ടു. ഇവര് ഫേസ് പാക്കിൽ ഭയങ്കര ക്വാണ്ടിറ്റിയാണ്. ഞാൻ എന്തായാലും പോയി വാങ്ങിയിട്ട് കാണിച്ചു തരാം. അവിടുന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുമോന്ന് അറിയില്ല, എങ്കിലും ഷൂട്ട് ചെയ്യുന്നതായിരിക്കും അല്ലേ. മാക്സിമം വിളിച്ച് ഫോണിലൊക്കെ ഷൂട്ട് ചെയ്യാം, മാക്സിമം ട്രൈ ചെയ്യാത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും വൈകാതെ പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ മിഡാസിലെത്തി. ക്യൂൻസ്വേൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് മിഡാസ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സൗണ്ടിന് എന്ത് പറ്റി, എനിക്കൊരു ചെറിയ പനിയൊക്കെ പിടിച്ച് സൗണ്ടൊക്കെ അടഞ്ഞിരിക്കുകയാണ്, അതെങ്ങനെ സംസാരിക്കണേ. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റെപ്പൊക്കെ കയറി പൊക്കത്തെത്തുമ്പം തന്നെ നമ്മൾ വെൽക്കം ചെയ്തുകൊണ്ടും അവരുടെ പരസ്യം എന്ന രീതിയിൽ കുറേ പോസ്റ്റേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രസമായിരുന്നു. ഇതിൻ്റെ അകത്ത് ഇങ്ങനൊരു സെറ്റപ്പ് ഉണ്ടെന്ന് സത്യം പറഞ്ഞാൽ അകത്ത് പോയാലേ മനസ്സിലാവും. സത്യത്തിൽ ഇവിടെ എത്തിയപ്പോൾ എൻ്റെ കണ്ണ് തള്ളി പോയിട്ടോ. ഈ കോസ്മെറ്റിക്സ് മാത്രമല്ല, സ്കിൻ കെയർ പ്രൊഡക്ട്സ്, നമ്മുടെ ഓരോ സ്കിന്നിനനുസരിച്ച് എല്ലാ ബ്രാൻഡിൻ്റെയും പ്രൊഡക്ട്സ് ഇവിടെ ഉണ്ട്. അതും ഓഫറിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത്രയും പെർസെൻറ്റേജ്, 50%, 10%, അങ്ങനെ ഓരോ പെർസെൻറ്റേജ് ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം നന്നായിരുന്നു, നോക്കി കണ്ട് എടുക്കാനൊക്കെ പറ്റി. അവരും ഹെൽപ്പ് ചെയ്തു. സത്യത്തിൽ എൻ്റെ സ്കിന്ന് നന്നായിട്ട് പോയി കിടക്കായിരുന്നു, ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തൊരു മോയ്സ്ചറൈസർ പോലും ഞാൻ സത്യം പറഞ്ഞ ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പം ജസ്റ്റ് ഇമാജിൻ എങ്ങനെ ഇരിക്കും എൻ്റെ ഫേസ്. ഇത് കൊള്ളാവോ? ഈ പെണ്ണ് വെളുത്തിരിക്കും, മാറിക്ക ഞാൻ ക്യാമറയിൽ കറുത്തിരിക്കുന്നു. അവിടെ മുടിയൊക്കെ ഉണ്ട്, എനിക്ക് എടുക്കാൻ വേണ്ടി ഒളിച്ചിരുന്ന് എടുക്കുക. അപ്പം അടുത്ത കലാപരിപാടി എൻ്റെ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുക എന്നതാണ്. എൻ്റെ സ്കിൻ ടോണിന് പറ്റിയുള്ള ഫൗണ്ടേഷൻ ചൂസ് ചെയ്യുക. എനിക്ക് ഈ വക കാര്യത്തിൽ ഞാൻ ഭയങ്കര പുറകോട്ടാണ്. അപ്പം അവരെന്നെ ഹെൽപ്പ് ചെയ്തു നല്ലൊരു ഫൗണ്ടേഷൻ തിരഞ്ഞെടുക്കാനും. ഈ പറഞ്ഞ കോമ്പാക്ട് പൗഡറും എൻ്റെ സ്കിന്നിനെ പറ്റിയിട്ടുള്ള എല്ലാ സാധനവും ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടോ. ചാനലിൻ്റെ പേരല്ലേ? ഫ്ലാഷ് വീക്ക്. നോക്കട്ടെ, ഓർമ്മയുണ്ടാവില്ല. ഓർക്കും എന്തായിരുന്നു പേര് പറഞ്ഞു. ഇപ്പം തന്നെ സബ്സ്ക്രൈബ്. നിനക്ക് ഇഷ്ടാവുന്നില്ല ബ്രൈറ്റ്നെസ്? എന്താ നീ വെളുത്തല്ലോ, കൊള്ളാം, നല്ലുണ്ട്. അതെന്താ ഐബ്രോസിന്റെ സ്മഡ്ജ് ചെയ്യാൻ എടുത്തു. അപ്പോൾ ഇത് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ബില്ലിങ് ചെയ്യാൻ വന്നിട്ടാണുള്ളത്. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് പേഴ്സണലി. ഞാനിങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുമ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ കൊച്ചിയിലുള്ളവരാണെങ്കിൽ ഇങ്ങോട്ട് വരിക, വിസിറ്റ് ചെയ്യുക. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇവരുടെ സർവീസും അടിപൊളിയായിരുന്നു. പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഷോപ്പിംഗ് കഴിഞ്ഞിട്ടോ, അപ്പം എല്ലാം വാങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് സാധനം വാങ്ങി. ഞാൻ അവിടെ പോയിട്ട് കാണിച്ചത് എന്തൊക്കെയാണ് വാങ്ങിയിട്ടുണ്ടെന്ന്. ഒരുപാട് സാധനം വാങ്ങി, പക്ഷെ പ്രൈസ് വളരെ കുറവാണ്, ക്വാണ്ടിറ്റി വളരെ കൂടുതലാണ് കേട്ടോ. ചെറിയ പ്രൈസ്, പക്ഷെ അത് നോക്കുമ്പോൾ ലെക്കാണല്ലേ. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാ ഷെയ്ഡും എല്ലാ കാര്യം പറഞ്ഞുതരാൻ ആൾക്കാരുടെ ഫസ്റ്റ് ആയിട്ട് നിങ്ങളുടെ വന്നിട്ട് വാങ്ങണ്ട. അപ്പൊ റൂമിൽ പോയിട്ട് എന്തൊക്കെയാണ് വാങ്ങി കാണിച്ചത്. അപ്പൊ നമ്മള് ഇതൊക്കെയാണ് വാങ്ങിയത്. ഇത് എന്റെ മാത്രമാണ്. ഇത് വിറ്റാമിൻ സിയുടെ ഫേസ് പാക്ക് അല്ലേ? ഫേസ് പാക്ക്. പിന്നെന്താ വാങ്ങി? പപ്പായയുടെ ഫേസ് സ്ക്രബ്. അടിപൊളിയാണ്. ഇത് ഇവിടെ യൂസ് ചെയ്യുന്നതാണ്. നല്ല റിസൾട്ട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോയി വാങ്ങിയത്. പക്ഷെ ഇതിന്റെ പ്രൈസ് ഇവിടെ 249, പക്ഷെ 120 120 കിട്ടി. പിന്നെ നമ്മൾ എന്തൊക്കെ വാങ്ങി?
നമ്മൾ എന്തൊക്കെ വാങ്ങി? ഓക്കെ, നമ്മൾ ഷാമ്പു, ഒരു കണ്ടീഷണർ വാങ്ങി. ഇതിനും പ്രൈസ് വളരെ ലോ ആണല്ലേ? യെസ്. പിന്നെ ഇത് ലാക്മിയുടെ, അയ്യോ തിളങ്ങുന്നില്ല ഇത്. ഓക്കെ, ഇത് നമ്മുടെ ഗ്രീൻ ടീയുടെ മോയ്സ്ചറൈസറാണ്. ഇതും അടിപൊളിയാണ് എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്ത് ഞാൻ പറയാം കേട്ടോ. ആൻഡ് ഇത് നമ്മുടെ കോമ്പാക്ട് പൗഡറാണ്. ആൻഡ് ഒരു ഫൗണ്ടേഷൻ. സത്യം പറഞ്ഞാൽ ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു ഞാൻ ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇപ്പം എന്തായാലും ഷൂട്ട് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ ഫൗണ്ടേഷൻ ആൻഡ് കോമ്പാക്ട് പൗഡർ, പിന്നെ ഷേവ് സെറ്റ്. പിന്നെ ഇത് നമ്മുടെ ഒരു ഫൗണ്ടേഷൻ ഇടുമ്പോൾ ഇതെന്താ പറയുക, ഹുജാ ബ്യൂട്ടിയുടെ ബ്ലെൻഡർ. പിന്നെ ഒരു ഐലൈനർ, ഐബ്രോ പൗഡർ, ലിപ്സ്റ്റിക്, ഐബ്രോ ചെയ്യുന്ന ഒരു സാധനം അല്ലേ, പറഞ്ഞ അത് തന്നെ. അപ്പോൾ കംപ്ലീറ്റ് ഇത്രയും ഞാൻ വാങ്ങിയിട്ടുള്ളൂ. ഇത്രയും വാങ്ങിയിട്ടില്ലെങ്കിൽ നല്ല രസമായിരുന്നു. ഇത്രയും വാങ്ങിയിട്ടുള്ളൂ. ഇനി എപ്പെങ്കിലും എനിക്ക് പോയിട്ട് അവിടെ വാങ്ങണം. സോ അപ്പം ഇന്നത്തെ 162 കണ്ടീഷണർ 162 അത്രയേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഭയങ്കര ഇരുട്ടോ. ഷാമ്പു, കണ്ടീഷണർ, ഇവിടെ റൂമിൽ വന്നിട്ടുള്ള ഓരോ സാധനത്തിന് കാണിച്ചു കൊടുക്കല് പ്രഹസനാണ്. സോ ഞാൻ അടുത്ത ദിവസം പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.